നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ നൽകണമെന്ന കൊല്ലപ്പെട്ട യമൻ പൗരന്റെ സഹോദരന്റെ ആവശ്യം ശിക്ഷായിളവ് നൽകുന്നതിനെ ബാധിക്കില്ലെന്ന് മധ്യസ്ഥ ചർച്ച നടത്തുന്നവർ. വധശിക്ഷയുടെ പുതുക്കിയ തീയതി അറിയിക്കണമെന്നാവശ്യപ്പെട്ട് തലാലിന്റെ സഹോദരൻ അബ്ദുൽ മഹ്ദി യമൻ കോടതിക്ക് കത്തയച്ച സാഹചര്യത്തിലാണ് ഈ വിശദീകരണം. മോചനത്തിനുള്ള ശ്രമങ്ങളാണ് കാന്തപുരം മുൻകൈയെടുത്തുള്ള ചർച്ചയിൽ ഇപ്പോൾ നടക്കുന്നതെന്ന് യമനിലുള്ള ജവാദ് മുസ്തഫാവി ന്യൂസ് 18 പറഞ്ഞു. ഏതാനും ദിവസം മുമ്പാണ് കാന്തപുരം ഉസ്താദുമായി ബന്ധപ്പെട്ട ഓഫീസ് വധശിക്ഷ റദ്ദാക്കിയതായിട്ട് നമ്മെ അറിയിച്ചത്. അത് ശരിവെക്കുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ മറ്റു ചില ഭാഗത്തു നിന്നുകൂടി നമ്മൾ കേട്ടിരുന്നു. ഇപ്പൊ ഈ സഹോദരന്റെ അപേക്ഷകളൊക്കെ നമ്മളോട് വിളിച്ചോതുന്നത് വധശിക്ഷ റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുത കൂടിയാണ്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. പലതവണ ഉസ്താദുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ വിശദീകരിച്ചതാണ്, ഈ കുടുംബം എന്ന് പറയുന്നത് കേവലം ഈ ഒരു സഹോദരനല്ല. സഹോദരൻ ഈ കുടുംബത്തിൽ മാപ്പ് കൊടുക്കാൻ ഇസ്ലാമിക ശരിയാ ലോ പ്രകാരം അർഹതപ്പെട്ട ആളുമല്ല. അത്തരം ആളുകൾ വേറെയുണ്ട്. വലിയ യുദ്ധം എന്നാണ് അതിന് ശരിയ ടെർമിനോളജി ആയിട്ട് പറയാം. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനീഷ്, ഈ തലാലിന്റെ സഹോദരൻ കോടതിക്ക് ഇത്തരം ഒരു നിമിഷപ്രിയയുടെ വധശിക്ഷ എന്ന് നടപ്പാക്കുമെന്ന ചോദ്യം ഉന്നയിച്ച് ഈ കത്തയച്ച പശ്ചാത്തലത്തിൽ ആദ്യഘട്ടത്തിൽ ചില ആശങ്കകൾ ഉയർന്നതാണ്. കാരണം കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ അനുനയ ചർച്ചയ്ക്ക്, മധ്യസ്ഥ ചർച്ചയ്ക്ക് കുടുംബം സഹകരിക്കുന്നില്ല എന്ന രീതിയിലുള്ള ഒരു തോന്നലുകൾ വന്നതാണ്. പക്ഷേ ഇത് കാന്തപുരവുമായി ബന്ധപ്പെട്ടുള്ളവരും അതോടൊപ്പം യമനിലുള്ള ഈ മധ്യസ്ഥ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നവരും ഇക്കാര്യം പൂർണ്ണമായും തള്ളുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിലവിൽ എന്താണ് ഈ മധ്യസ്ഥ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണ്? ടോം, ഈ കേസിൻ്റെ ആദ്യഘട്ടം മുതൽ അങ്ങേയറ്റം വൈകാരികമായാണ് മരിച്ച തലാലിൻ്റെ സഹോദരൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. അദ്ദേഹം പലവട്ടം വധശിക്ഷ നടപ്പാക്കപ്പെടും എന്നൊക്കെയുള്ള രീതിയിൽ പരാമർശങ്ങൾ നടന്നിരുന്നു. നേരത്തെ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കുറിപ്പുകളിട്ട് തുടങ്ങുമ്പോൾ തന്നെ വധശിക്ഷ ഉടൻ നടപ്പാക്കും, അതിൻ്റെ ഉത്തരവ് ഇറങ്ങും എന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ നടന്നേക്കും ഉടൻ ഒക്കെയുള്ള രീതിയിൽ ഇട്ടിരുന്നു. ആ സമയത്താണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇക്കാര്യത്തിൽ ഇടപെടുകയും ഈ വധശിക്ഷ മാറ്റിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്ത് ആ വിവരം കാന്തപുരത്തിൻ്റെ ഓഫീസ് പുറത്തുവിട്ടപ്പോഴും ഈ തലാലിൻ്റെ സഹോദരൻ പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു ഉത്തരവ് വന്നിട്ടില്ല, വധശിക്ഷ മാറ്റിവെക്കാനുള്ള യാതൊരു തീരുമാനവും കോടതിയിൽ നിന്ന് എത്തിയിട്ടില്ല എന്നാണ്. എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ ഈ വധശിക്ഷ മാറ്റി എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള, അല്ലെങ്കിൽ താൽക്കാലികമായി മരവിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള കോടതി ഉത്തരവ് ഇറങ്ങുകയും അതിൻ്റെ പകർപ്പ് മറ്റുമൊക്കെ നമുക്കടക്കം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാ ഘട്ടത്തിലും ഈ കേസിൽ വൈകാരികമായി തന്നെയാണ് സഹോദരൻ ഇടപെടുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളുടെ ഒരു തുടർച്ച എന്ന് വേണം നമുക്ക് ഈ കോടതിയിൽ കഴിഞ്ഞ ദിവസം ഒരു അപേക്ഷ നൽകിയതിനെ കാണാൻ കഴിയുകയുള്ളൂ. കാരണം ഈ വധശിക്ഷ നടപ്പിലാക്കുന്നത് താൽക്കാലികമായി മാറ്റിവെച്ചിരിക്കുന്നു. അങ്ങനെ നടപ്പാക്കാതെ വരുമ്പോൾ ഇരയുടെ കുടുംബത്തിന് നീതി ലഭിക്കുന്ന സാഹചര്യമില്ല. അതുകൊണ്ട് ഏറ്റവും അടുത്ത് തന്നെ ഒരു തീയതി ഇക്കാര്യത്തിൽ പ്രഖ്യാപിച്ച് ഈ ശിക്ഷ നടപ്പിലാക്കണമെന്നാണ്, അതാണ് കുടുംബത്തിൻ്റെ വികാരം എന്നും അദ്ദേഹം ഈ കത്തിൽ പറയുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായും ഇത് ശരിയല്ല എന്നാണ് നമുക്ക് ഈ യമനിൽ ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നവരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ കുടുംബത്തിൻ്റെ നിര്യാതനം സ്വീകരിച്ച് മോചനം നൽകാനായി പറയേണ്ട പ്രധാനപ്പെട്ട ആൾ സഹോദരനല്ല, കുടുംബത്തിലെ മറ്റ് മുതിർന്ന ആളുകളുണ്ട്, ഈ ഗോത്രവർഗത്തിൻ്റെ തലവന്മാരുണ്ട്. അങ്ങനെ ഒരു കൂട്ടം ആളുകളാണ് ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം പറയേണ്ടത്. എന്തായാലും അവരൊക്കെ ഇതിനകം തന്നെ കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് കോടതി ഉത്തരവിൽ തന്നെ നമുക്ക് പ്രകടമായിരുന്നു താനും. അത്തരമൊരു നിലപാട് വ്യക്തമാക്കലിൻ്റെ അടിസ്ഥാനത്തിലാണ് വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങുകയും ഇനി വധശിക്ഷയെ നടക്കില്ല എന്ന രീതിയിൽ തന്നെയാണ് ഈ മധ്യസ്ഥർ ഇക്കാര്യത്തിൽ ഇടപെടുന്ന സൂഫി പണ്ഡിതർ അടക്കമുള്ള ആളുകൾ കോടതിയിൽ നിന്ന് ലഭിച്ച വിവരം എന്ന രീതിയിൽ കാന്തപുരത്തിൻ്റെ ഓഫീസിനെയൊക്കെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല, അങ്ങനെ ഒരു ആശങ്ക ഇനി തൽക്കാലം വേണ്ടതില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും കാന്തപുരത്തിൻ്റെ ഓഫീസ് പറയുന്നത്. മറിച്ച് വൈകാരികമായ ഒരു ഇടപെടലാണ് സഹോദരൻ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ കുറ്റം പറയാനും പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കൂടപ്പിറപ്പ് മരിച്ച അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അങ്ങനെ പെട്ടെന്ന് മോചനം നൽകാൻ അല്ലെങ്കിൽ മാപ്പ് നൽകാൻ കഴിയാത്തൊരു മാനസികാവസ്ഥ അദ്ദേഹത്തിനുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. എന്തായാലും ആ ഒരു കാര്യത്തെപ്പറ്റി ഇപ്പോൾ ചർച്ചകൾ ഇനി അനിവാര്യമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനിശ്ചിതത്വം എന്ന കാര്യം ഇക്കാര്യത്തിലില്ല. മറിച്ച് രണ്ട് കാര്യത്തെക്കുറിച്ചാണ്. ഒന്ന്, എന്ത് ശിക്ഷയാണ് ഒരുപക്ഷെ ഈ കോടതി ഈ ദിയാദനമൊക്കെ ഇതിൻ്റെ കാര്യത്തിലൊക്കെ വ്യക്തമായില്ലെങ്കിൽ എന്ത് ശിക്ഷ കോടതി നൽകണം എന്നതിനെക്കുറിച്ചാണ്. ഒരുപക്ഷെ ജീവപര്യന്തം, തടവ് ശിക്ഷ അടക്കമുള്ള പല രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നു. മറ്റൊന്ന്, ദിയാദനം സ്വീകരിക്കുന്ന നിലപാടിലേക്ക് കുടുംബം എത്തിക്കഴിഞ്ഞാൽ മോചനം സാധ്യമാവും.
അങ്ങനെയെങ്കിൽ മോചനം സാധ്യമാകുമോ എന്നത് സംബന്ധിച്ച ചർച്ചകളുമാണ് നടക്കുന്നത്. നേരത്തെ കാന്തപുരം തന്നെ ആവശ്യപ്പെട്ടിരുന്നു, ഈ കേന്ദ്ര സർക്കാരിൻ്റെ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഈ വിഷയത്തിൽ ഇടപെടുകയാണെങ്കിൽ ഈ മോചനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അത് നയതന്ത്ര ചാനലിൽ കൂടി കൊണ്ടുവരാൻ കഴിയും. അങ്ങനെയെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് അവിടെ ഇടപെടുന്നതിൽ ഈ ഒരു മതപുരോഹിതർക്കും മറ്റുമൊക്കെ പരിമിതികളുണ്ട്. അങ്ങനെ ഒരു സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ? പ്രത്യേകിച്ച് യമനുമായി അത്തരമൊരു നയതന്ത്ര ഇടപെടലുകൾ അത്ര എളുപ്പമുള്ള കാര്യമല്ലാത്തത് തന്നെയാണെന്നാണ് നേരത്തെ പുറത്തു വന്ന വിവരങ്ങൾ. പക്ഷേ എങ്കിൽ പോലും ഈ കാന്തപുരത്തിൻ്റെ ഇടപെടൽ ഒരു വശത്തുള്ളത് കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഈ കേസുമായി ബന്ധപ്പെട്ട്, നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടലുകൾ എങ്ങനെയാണ് അനീഷ? ടോമ്, ആഭ്യന്തര കലാപങ്ങളാൽ കലുഷിതമായ ഒരു രാജ്യമാണ് യമൻ. അവിടെയുമായി ഇന്ത്യക്ക് ഇപ്പോൾ നേരിട്ട് എംബസി അല്ലെങ്കിൽ സനയിൽ ഈ എംബസി തുറക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല. റിയാദിലെ എംബസിയിൽ നിന്നുകൊണ്ടാണ് സനയിലെ കാര്യങ്ങൾ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഏകോപിപ്പിക്കുന്നത്. അതുകൊണ്ട് നയതന്ത്ര ഉദ്യോഗസ്ഥരെ അവിടേക്ക് അയച്ച് നേരിട്ട് കാര്യങ്ങൾ വിലയിരുത്താൻ കഴിയുന്ന ഒരു സുരക്ഷാ സാഹചര്യം അവിടെ ഇല്ല എന്ന് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ആക്ഷൻ കൗൺസിൽ നേരത്തെ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടപ്പോൾ കോടതി പറഞ്ഞത് ഒരു പ്രത്യേക പ്രതിനിധി സംഘത്തെ അയക്കുന്നത് വേണമെങ്കിൽ അക്കാര്യം കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയും കേന്ദ്രം അക്കാര്യത്തിൽ നിലപാട് പറയട്ടെ എന്നുമാണ്. ആക്ഷൻ കൗൺസിലിലെ 2 ആളുകൾ, കാന്തപുരത്തിൻ്റെ 2 പ്രതിനിധികൾ, ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ 2 ഉദ്യോഗസ്ഥർ എന്നിങ്ങനെയുള്ള ഒരു നിർദ്ദേശമായിരുന്നു നൽകിയത്. പക്ഷേ കേന്ദ്രം അതിന് മറുപടി നൽകിയിരിക്കുന്നു. അവിടെ സാഹചര്യങ്ങൾ അങ്ങേയറ്റം പ്രതിസന്ധി നിറഞ്ഞതാണ്. ഈ അയക്കുന്ന പ്രതിനിധി സംഘത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് നിമിഷയുടെ കുടുംബവും ഈ തലാലിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ആ വഴിക്ക് തന്നെ നീങ്ങട്ടെ, ആ വഴിക്ക് അപ്പുറം മറ്റൊരു പോംവഴി തൽക്കാലം ഇല്ല എന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയത്. അതുതന്നെയാണ് ഈ സൂഫി പണ്ഡിതർ അടക്കമുള്ള ആളുകളുടെ ഇടപെടൽ, മറ്റ് കാന്തപുരവുമായി ബന്ധപ്പെട്ട ആധ്യാത്മിക നേതാക്കളുടെയൊക്കെ ഇടപെടൽ, അത് കുടുംബങ്ങൾ തമ്മിലുള്ളൊരു ഇടപെടലായി തന്നെ കണക്ക് കൂട്ടാൻ കഴിയും. ആ ഒരു ഇടപെടലിനെ തുടർന്നാണ് ഈ വധശിക്ഷ അത്ഭുതകരമായി മാറ്റപ്പെടുകയും വധശിക്ഷ ഒഴിവാക്കപ്പെടുക തന്നെ ചെയ്തു എന്ന ഒരു പോസിറ്റീവ് വിവരം നേരത്തെ പങ്കുവെക്കാൻ കഴിഞ്ഞത്. എന്തായാലും അത്തരം രീതിയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഇപ്പോഴും മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ചില പുറത്തുനിന്നുള്ള പ്രചാരണങ്ങൾ, ഈ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട ചില ഭിന്നതകൾ, കേരളത്തിൽ നടക്കുന്ന പ്രചാരണങ്ങളെക്കുറിച്ചുള്ള ചില വിവരങ്ങളൊക്കെ ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് ചെറിയൊരു വിഘാതം സൃഷ്ടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനൊരു ഗതിവേഗം കുറയ്ക്കുന്നുണ്ട് എന്നൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ ഈ തലാലിൻ്റെ സഹോദരൻ്റെ കത്ത് ഈ ശിക്ഷാ നടപടികളെ വേഗത്തിലാവുകയോ അല്ലെങ്കിൽ വധശിക്ഷ എന്ന ആവശ്യം വീണ്ടും ഉയർന്നു വരികയോ കോടതി അതിനൊരു അനുമതി നൽകുകയോ ചെയ്യില്ലെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാൻ കേട്ടോ. വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള മധ്യസ്ഥ ചർച്ചകൾ യമനിൽ പുരോഗമിക്കുകയാണ്.